ദേശീയപാത 66 ഡിസംബറിൽ പൂർത്തിയാക്കുമെന്ന് മുഖ്യമന്ത്രിക്ക് കേന്ദ്ര ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരിയുടെ ഉറപ്പ്. പുതുവത്സര സമ്മാനമായി പാത സമർപ്പിക്കുമെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് അറിയിച്ചു. സ്ഥലമേറ്റെടുപ്പിൽ കേരളം ചെലവാക്കിയ തുക കടമെടുപ്പ് പരിധിയിൽ നിന്ന് ഒഴിവാക്കുന്നത് കേന്ദ്രം പരിഗണിക്കുമെന്നും ഗഡ്കരി വ്യക്തമാക്കിയിട്ടുണ്ട്. ദേശീയപാത നിർമ്മാണത്തിലെ പിഴവുകൾ, സംസ്ഥാനത്തെ റോഡ് വികസനം അടക്കമുള്ള വിഷയങ്ങൾ ദില്ലിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും കേന്ദ്ര ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരിയും തമ്മിൽ നടന്ന കൂടിക്കാഴ്ചയിൽ ചർച്ചയായി. അടുത്ത വർഷം പുതുവത്സര സമ്മാനമായി ദേശീയപാത 66 കേരളത്തിന് സമർപ്പിക്കുമെന്ന് ഗഡ്കരി മുഖ്യമന്ത്രിക്ക് ഉറപ്പു നൽകി. ഈ പദ്ധതി 2026 പുതുവത്സര സമ്മാനമായി നാടിന് സമർപ്പിക്കാനാകും എന്ന് തന്നെയാണ് പൊതുവെ നിലവിൽ കേന്ദ്ര സർക്കാർ പറഞ്ഞിട്ടുള്ളത്. ചില റീച്ചുകളിൽ ചില പ്രശ്നങ്ങളുണ്ട് എന്നല്ലാതെ പൊതുവേ ഇതിൻ്റെ പ്രവൃത്തി എല്ലായിടത്തും നല്ല നിലയിലാണ് നടക്കുന്നത്. അത് നല്ല നിലയിൽ തന്നെ പൂർത്തീകരിച്ചു പോകാനാകും. ദേശീയപാത തകർന്ന മലപ്പുറം കൂരിയാട് 360 മീറ്റർ വയഡക്റ്റ് നിർമ്മിക്കും. പാത പുനർനിർമ്മിക്കാനുള്ള ചെലവ് കരാർ കമ്പനി വഹിക്കും. നിർമ്മാണത്തിൽ പിഴവ് വരുത്തിയ NHAI ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുത്തെന്നും കേന്ദ്രമന്ത്രി മുഖ്യമന്ത്രിയെ അറിയിച്ചു. ഇപ്പോൾ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പറയുന്ന എടുത്ത് 360 മീറ്റർ വയഡക്റ്റ് നിർമ്മിക്കുമെന്നുള്ള നേരത്തെ അറിയിച്ച വിവരം അത് ഉറപ്പുവരുത്താൻ തീരുമാനം ഇന്നത്തെ മീറ്റിങ്ങിൽ ഉണ്ടായിട്ടുണ്ട്. ഈ വീഴ്ചയുമായി ബന്ധപ്പെട്ട് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. കരാർ കമ്പനിയെ തുടർ പ്രവർത്തനങ്ങളിൽ നിന്നും വിലക്കിയിട്ടുണ്ട്. മറ്റെന്തെങ്കിലും തെറ്റായ പ്രവണതകൾ ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടെങ്കിൽ ഒരു തരത്തിലും അതിനോട് സന്ധി ചെയ്യരുത് എന്ന സംസ്ഥാന സർക്കാരിൻ്റെ നിലപാട് ശരിവെച്ചുകൊണ്ട് മറ്റു കാര്യങ്ങൾ പരിശോധിക്കുമെന്നും ബഹുമാനപ്പെട്ട മന്ത്രി അറിയിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം ഔട്ടർ റിംഗ് റോഡ്, കൊല്ലം ചെങ്കോട്ട ഗ്രീൻഫീൽഡ് പദ്ധതി, രാമനാട്ടുകര കോഴിക്കോട് എയർപോർട്ട് റോഡ് വികസനം അടക്കമുള്ളവയ്ക്കും കേന്ദ്രം അനുമതി നൽകിയിട്ടുണ്ട്. സമയബന്ധിതമായി നിർമ്മാണം പൂർത്തിയാക്കാനാണ് തീരുമാനം. തിരുവനന്തപുരം നിവാസികളെ സംബന്ധിച്ചിടത്തോളം മാത്രമല്ല, നമ്മുടെ തലസ്ഥാന നഗരി എന്നുള്ള നിലയിൽ കേരളത്തിലെ എല്ലാവരും സന്തോഷിക്കുന്ന ഒരു പദ്ധതിയായി തിരുവനന്തപുരം ഔട്ടർ റിംഗ് പദ്ധതിക്ക് ഇപ്പോൾ കേന്ദ്ര അനുമതി ജൂലൈ മാസം അവസാനത്തോടുകൂടി അതിൻ്റെ എല്ലാ കാര്യങ്ങളും ഫൈനലായി മുന്നോട്ട് വരുമെന്നുള്ള ഉറപ്പാണെന്ന് ലഭിച്ചിട്ടുള്ളത്. ഇപ്പോൾ സംസ്ഥാന സർക്കാർ ഇതിൽ മുൻപോട്ട് വെച്ച വിഷയങ്ങളൊക്കെ പരിഹരിച്ചതിൻ്റെ ഭാഗമായി ജൂലൈ മാസം അവസാനം പാലക്കാട് കോഴിക്കോട് ഗ്രീൻഫീൽഡ് ഹൈവേയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും അംഗീകാരം നൽകും എന്ന് കേന്ദ്രമന്ത്രി ശ്രീ നിതിൻ ഗഡ്കരി ഉറപ്പ് നൽകിയിരിക്കുകയാണ്. നാഷണൽ ഡെസ്ക് ന്യൂസ് മലയാളം.